ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ ചിപ്പി ഇഷ്ടര കയ്യും കാലും പിടിച്ച് പറയണ്ട, അമ്മ എന്തിനാ ഇത്ര പിണക്കം കാണിക്കണത്? ചിപ്പി മോൾക്ക് വേണ്ടി ഒരു പ്രാവശ്യം കൂടി അമ്മക്ക് ക്ഷമിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ ഇഷിത പറയണ്ട, മോൾക്ക് വേണ്ടി ഞാൻ എല്ലാം ക്ഷമിച്ചും സഹിച്ചും ഇത്രയും ദിവസം അവിടെ നിന്നത്. എത്രയോ പ്രശ്നങ്ങൾ നിന്റെ ഡാഡിയായിട്ട് എനിക്കുണ്ടായിരുന്നു. എല്ലാം ഞാൻ ക്ഷമിക്കാൻ വേണ്ടിയിട്ടല്ലേ, മോളുടെ അമ്മയായിട്ട് അവിടെ തുടരാൻ വേണ്ടിയിട്ടല്ലേ. പക്ഷെ മോളുടെ ഡാഡിക്ക് മാത്രം അത് മനസ്സിലാവുന്നില്ല, ആ വീട്ടുകാർക്കും. അതുകൊണ്ട് അമ്മ ഇനി വരുന്നില്ല മോളെ. അമ്മ പ്ലീസ് അമ്മ, എന്തിനാ ഇങ്ങനത്തെ വാശി കാണിക്കണം? അമ്മ വാ അമ്മ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ മോളെ കൈവിടാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് കൈ വിടിപ്പിക്കുകയാണ്. അമ്മേ നോയിക്കോ, ഞാൻ ഇനി വീട്ടിൽ കേറില്ല. മോളെ നീ എന്തൊക്കെയാ പറഞ്ഞത്? അതെ, പിന്നെ നീ എവിടെ പോകാനാണ്? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനെ പോലെയല്ലേ ഇപ്പൊ ജീവിക്കണത്. എന്റെ ഇഷ്ടം പോലെ ജീവിക്കാൻ പോവാ മോളെ. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊന്നും മോള് സംസാരിക്കാനോ പ്രവർത്തിക്കാനോ പാടില്ല എന്ന്. അമ്മ നല്ല നല്ല കാര്യങ്ങളല്ലേ മോൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ. അതെ, നല്ല നല്ല കാര്യങ്ങൾ അമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ. പക്ഷെ അമ്മയുടെ കാര്യത്തിൽ കാണിക്കണതോ, ഡാഡി ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ചിലപ്പോ വീട്ടില് അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടാവും. പക്ഷെ അത് എന്തിനു വേണ്ടത് അമ്മക്ക് ആലോചിച്ചൂടെ? ഡാഡിക്ക് അമ്മേനെ എത്രമാത്രം ഇഷ്ടമാണെന്നും വിശ്വാസമാണെന്നൊക്കെ അമ്മക്കറിയാലോ. പിന്നെ മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും അമ്മക്ക് എന്തായാലും ഞാൻ ഡാഡിയുടെ കൂടെയും ഇല്ല, അമ്മയുടെ കൂടെയും ഇല്ല. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്ന് പറഞ്ഞിട്ട് ചിപ്പി ദേഷ്യത്തോടു കൂടി തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോകാട്ടോ. ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇഷിത വേഗം കട്ടിലിൽ നിന്ന് ചാടി എഴുന്നേക്കുന്നുണ്ട്. അമ്മേ ചിപ്പി എവിടെ? മോള് അപ്പുറത്ത് തന്നെ പോയല്ലോ. തന്നെ പോയെന്നോ? എവിടേക്ക് പോയെന്ന്? ആ നിന്നോട് സംസാരിച്ചിട്ടില്ല അപ്പുറത്തെ ഫ്ലാറ്റിലേക്ക് പോയത്. അപ്പുറത്തെ ഫ്ലാറ്റിൽ പോയത് അമ്മ കണ്ടോ? ഇല്ല. പക്ഷെ അവൾ അവിടേക്കല്ലേ പോവാറ്. ഓ ഈ അമ്മയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് ഇഷിത അവിടെ നിന്ന് ഇറങ്ങുവാണ്. മോളെ ചിപ്പി ചിപ്പി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് വരുന്നുണ്ട്. അതേ സമയം മഹേഷിന്റെ ഫ്ലാറ്റിൽ നിന്ന് ചിപ്പി പോയിട്ട് കുറച്ചു നേരം ആയല്ലോ. അവളിത് എവിടെ പോയതാണോ എന്തോ എന്ന രീതിയിൽ മഹേഷ് അവിടെ നിന്ന് എഴുന്നേറ്റ് ഫ്ലാറ്റിന്റെ പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ മഹേഷും ഇഷിതയും ഒരേ സമയം ചിപ്പിക്ക് വേണ്ടി അന്വേഷണം തുടങ്ങുവാട്ടോ. ചിപ്പി ചിപ്പി എന്ന് പറഞ്ഞിട്ട് ഇഷിതയും മഹേഷും ഫ്ലാറ്റിന്റെ എല്ലാ അന്വേഷിക്കുന്നുണ്ട്. അവസാനം ഗ്രൗണ്ടിലേക്ക് വരുവാണ്. അവിടെ പാർക്കിംഗ് ഏരിയയിലും പിള്ളേർ കളിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അന്വേഷിക്കുകയാണ്. മോളെ ചിപ്പി മോൾ എവിടെ പോയെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഇഷിത അന്വേഷിക്കുന്നുണ്ട്. ഇഷിതക്ക് മനസ്സിലായി ചിപ്പി അവിടെ എവിടെയൊക്കെയോ തന്നെ ഉണ്ട് ഒളിച്ചു നിൽക്കാന്നുള്ള കാര്യം ഇഷിതക്ക് മനസ്സിലായി. കാരണം ഇത്രയും നേരത്തിനുള്ളിൽ ചിപ്പി എവിടെയോ പോയിട്ടുണ്ടാവില്ല. അവിടെ എവിടെയെങ്കിലും പിണക്കം കാരണം ഒളിച്ചു നിൽക്കുകയാണെന്ന് മനസ്സിലാക്കിയ ഇഷിത മഹേഷിന്റെ കൂടെ പോയി നിൽക്കുകയാണ്. ശേഷം ഇഷിത വിളിച്ചു പറയുന്നുണ്ട്, മോളെ ചിപ്പി നോക്ക്, എനിക്കും നിന്റെ ഡാഡിക്കും പിണക്കം ഒന്നുമില്ല. അമ്മ നിന്റെ ഡാഡി അടുത്തുള്ള പിണക്കമൊക്കെ മറന്നു എന്നിങ്ങനെ പറയാണോ ചിപ്പി കേൾക്കാനായിട്ട്. ഇത് തൊട്ടടുത്തത് മഹേഷിന് വരാത്ത അത്ഭുതം പോലെ തോന്നട്ടെ. മഹേഷ് ഇഷിതയുടെ മുഖത്തേക്ക് നോക്കാണ്. മഹേഷിന് ഭയങ്കര സന്തോഷമാവാണ്. കാരണം കൊച്ചിനെ സമാധാനിപ്പിക്കാനാണെങ്കിലും ഇഷിത ഒരിക്കലും നുണ പറയില്ലെന്ന് മഹേഷിന് അറിയാം. അതുകൊണ്ട് തന്നോടുള്ള പിണക്കം ഇഷിത മാറ്റി തന്നെയാണ് മഹേഷ് വിചാരിക്കണം കേട്ടോ. മഹേഷ് ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ ഇഷിതയുടെ മുഖത്തേക്ക് നോക്കാണ്. ഇഷിത വീണ്ടും വീണ്ടും വിളിച്ചറിയാണ്, മോളെ ചിപ്പി നോക്ക്, ഞാൻ നിന്റെ ഡാഡിയുടെ കൂടെയാണ് നിൽക്കണത്. കണ്ടില്ലേ, ഡാഡി ഞാൻ തമ്മിൽ ഒരു പിണക്കുമില്ല. ഇനി മോള് പിണങ്ങല്ലേ, മോൾ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് ഇഷിത ഒച്ചത്തി വിളിച്ചു പറയുമ്പോഴേക്കും പെട്ടെന്ന് മഹേഷ് ഇഷിതയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിക്കണ്ട്, എടോ ഇഷിത, എന്താ മഹേഷ്, താൻ പറഞ്ഞത് സത്യമാണോ? താൻ എന്നോടുള്ള പിണക്കമൊക്കെ മാറിയോ? അതോ ചിപ്പി മോളിപ്പോ ഇവിടെ വരാനായിട്ട് താൻ വെറുതെ പറയാണോ? അങ്ങനെ ഒരു കാര്യം വെറുതെ പറയുന്ന ഒരു സ്വഭാവം എനിക്കില്ല. ആ സമയത്ത് സന്തോഷത്തിന് വേണ്ടി ഞാൻ ഒന്നും ചെയ്യാറില്ല. നിലനിൽക്കുന്ന സന്തോഷത്തിന് വേണ്ടി മാത്രമേ ഞാൻ എന്തെങ്കിലും പ്രവർത്തിക്കാറോ ചെയ്യാറോ ഉള്ളൂ. ഞാൻ മഹേഷിനോട് ക്ഷമിച്ചിരിക്കുന്നു. സത്യമാണോ? താനോട് ക്ഷമിച്ചോ? അപ്പോ തനിക്കെന്നോട് ഒരു പിണക്കമൊന്നും ഇല്ലല്ലോ അല്ലേ? പിണക്കം ഉണ്ടായിരുന്നു, പക്ഷെ ചിപ്പിമോൾക്ക് വേണ്ടി ഞാൻ ആ പിണക്കമൊക്കെ മറന്നു. മഹേഷ്, ഞാനൊരു കാര്യം മഹേഷിനോട് പറഞ്ഞോട്ടെ? എന്താ ഇഷിത, നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാ കല്യാണം കഴിച്ചത്? ചിപ്പിമോൾക്ക് വേണ്ടിയിട്ട്. അതെ, നമ്മുടെ രണ്ടുപേരുടെ ബന്ധത്തിന്റെ ആ ഒരു താക്കോൽ കീ എന്ന് പറയുന്നത് ചിപ്പിമോളാണ്. ചിപ്പിമോൾ ഉണ്ടെങ്കിൽ നമ്മളുള്ളൂ. അതുകൊണ്ട് ചിപ്പിമോൾക്ക് വേണ്ടി എല്ലാം ക്ഷമിക്കാനും സഹിക്കാനും ഞാൻ തയ്യാറാണ്. അപ്പോ തന്റെ പിണക്കമൊക്കെ മാറിയല്ലേ? അതെ എന്ന് ചിരിച്ചുകൊണ്ട് ഇഷിത പറയാണ്. അപ്പൊ മഹേഷിന് സന്തോഷമാവുന്നുണ്ട്. മഹേഷ് ചോദിക്കണ്ടേ, അല്ല ചിപ്പിമോൾക്ക് വേണ്ടി മാത്രമാണ് താൻ പിണക്കം മാറിയത്, അതോ എന്നോട് എന്തെങ്കിലും ഇഷ്ടവും ഉള്ളിനുള്ളിൽ തോന്നിയിട്ട് അങ്ങോട്ടിട്ടാണോ എന്ന് ചോദിക്കുമ്പോ ഇഷിത ചിരിച്ചുകൊണ്ട് തല കൊമ്പിട്ടിരിക്കുകയാണ്. മഹേഷ് പറയുന്നുണ്ട്, എടോ എനിക്ക് മനസ്സിലായി, താൻ ചിപ്പിമോൾക്ക് വേണ്ടിയിട്ടായിരിക്കും പിണക്കം മാറുന്നത്. പക്ഷെ തനിക്ക് എന്നോട് പിണങ്ങിയിരിക്കാനും പറ്റില്ല. കാരണം എന്താണെന്നറിയാവോ, താൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതെനിക്ക് ദില്ലി പോയ ദിവസം തന്നെ മനസ്സിലായിടോ. താൻ ആ 2 ദിവസം എന്നെ കാണാതായപ്പോൾ ഉള്ള ആ ഒരു വിഷമം, താൻ മനസ്സ് തുറന്ന് എന്നോട് സംസാരിച്ചതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് രാത്രി താനൊരു അവിടെ കട്ടിലിരുന്ന് സംസാരിക്കുമ്പോൾ ഞാനെല്ലാം കേട്ടിരുന്നു കേട്ടോ എന്ന് പറയുമ്പോൾ ഇഷിതക്ക് നാണം വരുവാണ്. ശേഷം ഇഷിത, അതല്ല ചിപ്പിമോളല്ലേ നമുക്ക് ഇപ്പൊ അന്വേഷിക്കേണ്ടത്. ചിപ്പിമോളെ അതെ നോക്കിക്കേ, ഞാനും നിന്റെ അച്ഛനും കൈ പിടിച്ചിട്ടാണ് നിന്നെ വിളിക്കണത്, വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ആ സമയത്ത് കുറച്ച് ചെടിച്ചട്ടികളുടെ ഇടയിൽ നിന്ന് ചിപ്പി അങ്ങോട്ടേക്ക് വരുവാട്ടോ. അതിനുശേഷം ചിപ്പി ഓടിപ്പോയിട്ട് ഇഷിതനെ മഹേഷിനെ കെട്ടിപ്പിടിക്കുകയാണ്. അതെ, അമ്മയും ഡാഡിയും പിണക്കമാർന്നെ സത്യം തന്നെയാണല്ലോ. അതോ എന്നെ വെറുതെ ഇവിടെ വരുത്താൻ വേണ്ടി നുണ പറഞ്ഞതാണോ? മോളെ, ഞാൻ നുണ പറയും മോളോട്? ഇല്ല,
ഡാഡി നുണ പറയുമ്പോളോട് ഇല്ല. അപ്പൊ സത്യം തന്നെയാ, നോക്ക് പിണക്കം മാറി എങ്കില് രണ്ടുപേരും എന്റെ രണ്ട് കവിളത്ത് ഉമ്മ തന്നെ എന്ന് ചിപ്പി പറയാണ്. അങ്ങനെ പിണക്കങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഇഷിതയും മഹേഷും കൂടി ചിപ്പിയുടെ രണ്ട് കവിളിൽ ഉമ്മ കൊടുക്കാട്ടോ. ചിപ്പിക്ക് സന്തോഷാവാണ്. അങ്ങനെ രണ്ടുപേരുടെ കൈ പിടിച്ചിട്ട് ചിപ്പി നേരെ പോണത് മഹേഷിന്റെ ഫ്ലാറ്റിലേക്കാട്ടോ. അതേസമയം മഹേഷിന്റെ ഫ്ലാറ്റിൽ മഹേഷ് വാതിൽ തുറന്ന് നോക്കുമ്പോഴേക്ക് ഞെട്ടിപ്പോവാണ്. സ്വപ്നവലി മഞ്ജുമയും ദേഷ്യത്തോടു കൂടി തന്നെ ഇഷിതേനെ നോക്കുവാട്ടോ. മഹേഷ് പറയണ്ടേ, ഇതെന്റെ ഭാര്യയാണ്, ഇതെന്റെ മോളാണ്, ഞങ്ങൾ ഇവിടെ തന്നെ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കും എന്ന പേരുടെ റൂമിലേക്ക് പോവാണ്. അപ്പൊ സ്വപ്നവലി പറയണ്ട, കണ്ടില്ലേ അവിടെ പിണക്കൊക്കെ മാറി അവരൊരുമിച്ച് വന്നു, അതിന് ഞാൻ അവരെ ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കണമെന്നാണ് അമ്മ പറയണത്. നീ ആരതി ഒന്നും ഒഴിയണ്ട, ഇനി പിണക്കൊന്നും വേണ്ട മോളെ, അവര് സന്തോഷമായിട്ട് ജീവിക്കട്ടെ. എത്രയോ വർഷങ്ങളാ നിന്റെ ചേട്ടൻ ഒരുപാട് അനുഭവിച്ചതാണ്, ഇനിയെങ്കിലും അവൻ കുറച്ച് സന്തോഷം അനുഭവിക്കട്ടെ മോളെ എന്ന് പറയണോ. ഹോ, അപ്പൊ അമ്മ പറയുന്നത് അവരുടെ സന്തോഷത്തിന് കാരണം, സന്തോഷം ഇല്ലാതാക്കാൻ കാരണം ഞാനും എന്റെ കൈലാസേട്ടനാണെന്നാണ് പറയുന്നത്. മോളെ ഞാൻ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു, വേണ്ട അമ്മേ എനിക്കെല്ലാം മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് സ്വപ്നയുടെ അടുത്ത് നിന്ന് മഞ്ജുമ പോവുകയാണ്. നേരെ പോണത് പോലീസ് സ്റ്റേഷനിലേക്കാട്ടോ. അവിടെ കൈലാസിനെ കാണാൻ വേണ്ടി മഞ്ജുമ പോകുന്നുണ്ട്. കൈലാസ് വീണ്ടും കുറെ നുണക്കഥകൾ പറയാണ്. എടി എല്ലാവരും ഒത്തുകൂടിയിട്ടാണ് ഈ ഒരു എന്നെ ചതിക്കാനുള്ള പ്ലാൻ ഉണ്ടാക്കിയത്. കാരണം 40 ലക്ഷം രൂപ എനിക്ക് തന്നല്ലോ, ആ 40 ലക്ഷം രൂപ അവർക്ക് എന്തിനും കള്ളം പറഞ്ഞ് തിരിച്ചു മേടിക്കണം, അതിനെ വേണ്ടിയിട്ടാണ് ഈ കള്ളക്കളി. എനിക്ക് അപ്പോഴേ തോന്നി കൈലാസേട്ടാ, ആ 40 ലക്ഷം രൂപ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന്. എന്തായാലും കൈലാസേട്ടാ അവൾക്കുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ട്, അവളെ ഭാര്യയായിട്ട് ഇനി എന്റെ മഹേഷിനെ വേണ്ട എന്ന് മഞ്ജുമ ഉറപ്പിച്ചു പറയാണ്. ശേഷം അവിടുന്ന് മഞ്ജുമ നേരെ ഇറങ്ങണ്ട, മഞ്ജുമ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുകയാണ്. അങ്ങനെ മഞ്ജുമക്ക് ഒരു ഉത്തരം കിട്ടുവാണ്. അതെ, രചന തന്നെയാ അതിനുള്ള ഉത്തരം. മഹേഷിന്റെ 2 മക്കളുടെ അമ്മ രചനയാണല്ലോ, അതുകൊണ്ട് രചന തന്നെ വീട്ടിലേക്ക് വരണം. രചന ആദ്യ ഭാര്യയായിട്ട് വീട്ടിലേക്ക് വന്ന ഇഷിതക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഇഷിത സെക്കൻഡ് വൈഫ് ആണല്ലോ. ആദ്യ ഭാര്യക്ക് തന്നെയാണ് മുൻഗണന. അവൾ ഉപേക്ഷിച്ചെങ്കിലും മഹേഷിന്റെ 2 കുട്ടികളുടെ അമ്മ ശരിക്കും പറഞ്ഞ രചനയാണല്ലോ, അതുകൊണ്ട് രചന അവിടെ വരുന്നത് തന്നെയാ കറക്റ്റ്. രചന വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇഷിത അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. മാത്രല്ല ഇഷിതക്ക് നേരെയുള്ള പല കളികളും തനിക്ക് കളിക്കാനും സാധിക്കും. പിന്നെ കൂടെ ആകാശം ഉണ്ടാവുമല്ലോ, രചനയുടെ നിഴല് പോലെ ആകാശം നടക്കുവാണല്ലോ. ആകാശം എന്തൊക്കെ പറഞ്ഞ മഹേഷിന്റെ വലിയൊരു ശത്രുവാണ്, ശത്രുവിന്റെ ശത്രുവിനെ മിത്രമാക്കാം, അത് തന്നെയാണ് നല്ലത് എന്ന് മഞ്ജുമ തീരുമാനിക്കാട്ടോ. അതുകൊണ്ട് തന്നെ മഞ്ജുമ ഈ കാര്യം പറഞ്ഞ് രചനയുടെ അടുത്തേക്ക് പോവാണ്. രചനയുടെ അടുത്തേക്ക് പോകുമ്പോൾ ആകാശിനാണ് ഏറ്റവും കൂടുതൽ സന്തോഷമാവണത്, കാരണം അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ പറ്റിയ അവസരമല്ലേ. രചനക്ക് വലിയ സമ്മതമൊന്നും അല്ലാന്നുണ്ടെങ്കിലും ആകാശ് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് രചനേനെ ആ ഒരു രീതിയിലേക്ക് ആക്കുവാട്ടോ. നീ അങ്ങോട്ടേക്ക് പോണം, നമുക്ക് വേറൊരു പന്ത് കിട്ടിയിരിക്കുകയാണ്, നിന്റെ മോളെ നമ്മുടെ അടുത്തേക്ക് ആക്കാൻ പറ്റിയ ഒരു രഹസ്യമാണ്, അതുകൊണ്ട് നീ അവിടെ പോയിട്ട് എങ്ങനെയെങ്കിലും നിന്റെ മോളെ ഇങ്ങോട്ടേക്ക് മോളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എന്ന രീതിയിൽ രചന അവിടേക്ക് പോകുന്നുണ്ട് കേട്ടോ. എന്തായാലും വളരെ ട്വിസ്റ്റ് നിറഞ്ഞ ഭാഗമാണ് നമ്മൾ ഇനി അടുത്ത ആഴ്ച കാണാൻ പോണേ കേട്ടോ. അപ്പൊ വീക്കിന്റെ പ്രൊമോ ഫുള്ളായിട്ടൊന്നും വന്നിട്ടില്ല, ചെറിയ ഒരു 2 ദിവസത്തെ എപ്പിസോഡ് മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ. നമുക്ക് കാത്തിരുന്നതിനെ കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.